പരിശുദ്ധ സഭ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല, പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലയിലേക്ക് ഞാൻ കടക്കുകയാണ്. പുനരുദ്ധരിച്ച് ഒരു ഗ്രീൻ സെന്റർ അതിന്റെ പുനരുദ്ധാന പണികളും അവിടെ ചില പ്രൊജക്ട്സും സഭ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരികയാണ്. ആ പ്രൊജക്റ്റിനെ കുറിച്ചും ആ പുനരുദ്ധരിച്ച സത്യത്തെ കുറിച്ചുമുള്ള അവയർനെസ്, അതിന്റെ ഫണ്ട് റേസിങ്, അവിടെ വേണ്ടതായ പണികൾ നടത്തി അത് അതിന്റെ താക്കോലും കണക്കും പരിശുദ്ധ ബാബാദിനെ ഏൽപ്പിച്ച് പരിശുദ്ധ ബാബാദിനെ അത് സ്വീകരിച്ച് അതിന്റെ കൂതാശ ചെയ്ത് സഭയ്ക്ക് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സമർപ്പിക്കുന്ന ആ ഒരു കർത്തവ്യമാണ്. അതിലൊരു പ്രവർത്തനത്തിന്റെ കണ്ണിന്റെ ചുമതലയാണ് എനിക്കുള്ളത്. അപ്പൊ അതിന്റെ അവയർനെസിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. പുനരുദ്ധരിച്ച സത്യം ഇത് ലോക ചരിത്രത്തിൽ ഈ അധിനിവേശത്തിനും അടിമത്തത്തിനും എഗൻസ്റ്റായിട്ട് ഒരു സമൂഹം നടത്തപ്പെട്ട ഒരു പ്രക്ഷോഭമാണ്. ഇത് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അടിമത്തത്തിനും വൈദേശിക മേൽക്കൊടിക്കും എഗൻസ്റ്റായിട്ട് ഒരു സമൂഹം നടത്തിയ ഒരു വലിയ സംഭവമാണ് പുനരുദ്ധരിച്ച സത്യം. AD 52 മാർത്തോമാ വന്നു നമ്മുടെ സഭ സ്ഥാപിച്ചു. അന്നുകൊണ്ട് അതിനുശേഷം അന്നുകൊണ്ട് 15-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ സഭ ഇന്ത്യയിൽ, കേരളത്തിൽ, ഭാരതത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ പഠിപ്പനുസരിച്ച് നമ്മുടെ പിതാവിന്റെ പഠിപ്പിച്ചതനുസരിച്ചിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലാണ് ഈ സഭ ഭാരതത്തിൽ വളർന്നു വന്നത്. ഇന്നലെ AD 345 അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ പേർഷ്യയിൽ നിന്നും മറ്റു ഭാഗത്തു നിന്നും ആൾക്കാരെ, കനാനായ റോമായുടെ നേതൃത്വത്തിൽ ആൾക്കാരെ കടന്നു. അതിന് മുമ്പ് തന്നെ ഇന്ത്യയും വൈദേശികളും വിദേശ രാജ്യങ്ങളുമായിട്ട് ഇവിടെ വ്യാപാര ബന്ധങ്ങൾക്കായിട്ട് അനേകം വന്നു വരുന്നു. ഈ നായക് റോമാൻ കുടുംബ റഷ്യയിലുള്ള മറ്റു പല രാഷ്ട്രീയ കുടുംബങ്ങളും ഇവിടെ വന്നപ്പോൾ നമ്മുടെ പിതാക്കന്മാരോട് ചേർന്ന് ആരാധനയും മറ്റ് കാര്യങ്ങളും സഹകരിച്ച് മുമ്പോട്ട് വന്നു. എന്നാൽ 15-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി പോർച്ചുഗീസുകാരുടെ വന്നു. അതോടുകൂടി ചരിത്രമാകുമായി ഞാൻ ചരിത്രത്തിലെ കാര്യം പോകുന്നില്ല, പോരായ്മ മാത്രം നോക്കിയിട്ടുള്ളൂ. ഇപ്പൊ 15-ാം നൂറ്റാണ്ടിൽ ഇവരെ വന്നതിന് ശേഷം പോർച്ചുഗീസുകാർ ഈ സഭയെ അവരുടെ ചെറുപ്പടിയിൽ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ റോമാൻ സഭയുടെ ചെറുപ്പടിയിൽ കൊണ്ടുവരാൻ നോക്കി അത് അധികമായി നടക്കാതെ വന്നു കഴിയുമ്പോൾ നാട്ടുരാജാക്കന്മാരുടെ ഭീഷണിപ്പെടുത്തി പോർച്ചുഗീസ് സൈന്യത്തിന്റെ പിൻബലത്തോടും ഒരു ബലാത്കാര രീതിയിൽ 1599 ഉദയപൂർ സിഗരറ്റ് വഴി നമ്മുടെ സഭയെ കീഴ്പ്പെടുത്തിയിട്ട് നമ്മുടെ ചരിത്രങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളും ആ അതുവരെ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ചുറ്റിരിച്ചു കഴിയുകയാണ്. ആ പോർച്ചുഗീസുകാർ വരുന്നത് വരെ അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ സഭയെ ഇവിടെ അറിയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു സഭ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് മാർത്തോമൻ നസ്രാണി സമൂഹമായിരുന്നു. മാർത്തോമാ ശ്ലീഹ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ പഠിപ്പിനനുസരിച്ച്, പിതാവായ അദ്ദേഹത്തിന്റെ പഠിപ്പിനനുസരിച്ച് നസ്രായനായ യേശുവിനെ പിന്തുടരുന്ന ഒരു സമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായത്. ഈ വിദേശികൾ പോർച്ചുഗീസുകാർ വന്നു, നമ്മളെ കീഴ്പ്പെടുത്തി, നമ്മുടെ പ്രശ്നങ്ങളായി. നമ്മുടെ പിതാക്കന്മാർ 54 വർഷത്തോളം ഈ വൈദേശിക രീതിയിലും നമ്മുടെ പാരമ്പര്യത്തിലും വളരെ പ്രയാസപ്പെട്ട 54 വർഷം അടിമത്തിൽ കഴിയേണ്ട സാഹചര്യം വന്നു കഴിയുമ്പോൾ ഒന്നായിട്ട് അന്നേ കാലത്ത് യാതൊരു യാത്രാ സൗകര്യങ്ങളും കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത സമയത്ത് 25,000-ഓളം പിതാക്കന്മാർ സർവ ധൈര്യവും ശേഖരിച്ചുകൊണ്ട് പോർച്ചുഗീസ് സൈന്യത്തെയും രാജാക്കന്മാരെയും എല്ലാവരെയും നേരിട്ടുകൊണ്ട് ധൈര്യമായിട്ട് മട്ടാഞ്ചേരിയിൽ ഒത്തുകൂടി അവർ കുരിശിനെ ആലാത്ത് കൂട്ടി 25,000 പേരോളം ആ ആലാത്ത് കയറി പിടിച്ചുകൊണ്ട് ഒരു വലിയ മനുഷ്യ ചങ്ങല സൃഷ്ടിച്ചുകൊണ്ട് ഒരു ശബ്ദം എടുത്തു: ഞങ്ങൾ യാതൊരു വിദേശിക മേൽക്കോയ്മയും അടിമപ്പെടുന്നില്ല. ഭാരതീയ സംസ്കാരത്തിൽ വളർന്നിരിക്കുന്ന ഈ സഭ ഒരു സഭയ്ക്കും ഒരു മേൽക്കോയ്മയും കീഴ്പ്പെടുന്നില്ല. നമുക്ക് നമ്മുടെ പാരമ്പര്യമുണ്ട്, നമ്മുടെ ആചാരങ്ങളുടെ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ആ ഒരു സത്യപ്രതിജ്ഞ കൂടിയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ പുനരുദ്ധരിച്ച സത്യത്തിന് ശേഷം എന്ത് സംഭവിച്ചു? അനേക നമ്മുടെ പിതാക്കന്മാർ ഈ
ഈ 25,000-ഓളം അന്ന് വരെ ഒന്നായിട്ട് നിന്ന് പിതാക്കന്മാരെ പലരായിട്ട് ചെറിയ കൂട്ടമായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് മറ്റു സഭകളിലേക്ക് പലതിലേക്ക് പോയി. അതിൻ്റെ കാരണം വൈദേശികളായിരുന്നു. പോർച്ചുഗീസുകാർക്ക് പുറമെ ഡച്ചുകാർക്ക് പുറമെ ബ്രിട്ടീഷുകാരും ഇവരെല്ലാം ഓരോ മിഷണറിയും ആദ്യമായിട്ട് അവരുടെ വിശ്വാസമെല്ലാം നമ്മുടെ സഭകളിൽ നമ്മുടെ കേരളത്തിൽ ഈ സമൂഹത്തിന് വേണ്ടി അടിച്ച് ഏൽപ്പിച്ച് അങ്ങനെ പല പല സഭകൾ നമ്മുടെ ഈ രാജ്യത്ത് ഉണ്ടായി. ഇന്ന് ഈ കാണുന്ന സഭകളെല്ലാം തന്നെ 1663 ശേഷമാണ് ഉണ്ടായിരുന്നത്. 1663 സത്യം വരെ ഭാരതത്തിൽ ഒരൊറ്റ സഭയുണ്ടായിരുന്നത് സഭ. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രാധാന്യത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചു, പുനരുദ്ധ സഭയ്ക്ക് ശേഷം അനേക പിതാക്കന്മാരെ പല പല കാലം കൊണ്ട് നമ്മുടെ സഭ വിട്ടുപോയി. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പല പ്രേരണ, സ്വാർത്ഥ താല്പര്യം, ഭയം, അജ്ഞത, ഈ 3-4 കാരണങ്ങളാണ് ഈ സഭകളെല്ലാം മാറിയത്. ഇതിൽ നമ്മുടെ മാതാക്കൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുടുംബ സത്യത്തിൽ തൊട്ട് ആ വലിയ മനുഷ്യ ചങ്ങലയിൽ പിടിച്ചെടുത്ത ഒരു സത്യമായിരുന്നു ഞങ്ങൾ ആത്മന പാരമ്പര്യത്തിലും വിദേശ മോർക്കമിലും പോവുകയില്ലായെന്ന് പറഞ്ഞ ഒരു ആ സത്യത്തിൽ ഇന്നും അത് നെല്ലട പോലും മാറാതെ ഉറച്ചു നിൽക്കുന്ന ഭാഗ്യവാന്മാരായ അന്തസ്സുള്ള ധൈര്യശാലികളായ പിതാക്കന്മാരുടെ മക്കളാണ് ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയാൻ പറ്റും. ഈ അവകാശം ഭാരതത്തിലെ ഒരു സഭയ്ക്കും ഇന്ന് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. ഇന്ന് ഭാരതത്തിൽ നാം നോക്കുമ്പോൾ അനേക സഭകളെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളൊരു ശരിക്കും ഒരു പഠനം നടത്തണം. ഏത് ഷൈൻ ചെയ്തിരിക്കുന്ന സഭയിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആരംഭം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ നിസ്സാരമാണ്. മുമ്പ് പറഞ്ഞതുപോലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും മറ്റുമായിട്ട് പോയിട്ടുള്ള ആൾക്കാരും മൊത്തം തന്നെ അത് ഉറച്ചിരിക്കുന്ന പാഠന്മാരെ നമ്മുടെ സഭയുടെ പാരമ്പര്യവും നമ്മുടെ കാര്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നത്തെ നാട്ടിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സഭയ്ക്ക് കിട്ടുന്ന അഭിമാനം എന്താണ് നമുക്ക് കിട്ടുന്നത്? സുപ്രീം കോർട്ടും ഹൈക്കോർട്ടിന്റെയും ജഡ്ജ്മെന്റിൽ കണ്ടിരുന്നാൽ തന്നെ നമുക്ക് യാതൊരുമായ മാന്യത കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്? ഒരു ചോദ്യനിഷ്ഠമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കിടക്കണം. അതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് നമ്മളെ ആദ്യമായി അറിയപ്പെടുന്നില്ല. ഇന്നത്തെ മീഡിയ വഴിയായിട്ടും ഇന്നത്തെ ജനങ്ങൾ വഴിയായിട്ടും നമ്മളെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേസിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റൊരു സഭകൾക്കൊന്നും കേസില്ല, നമ്മുടെ സഭയ്ക്ക് മാത്രമേ കേസുള്ളൂ. ഈ കേസ് എങ്ങനെ വരുന്നു? ഇത് മറ്റ് ജനസമൂഹങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കളെ, ഇതര ജാതികളെ നാം മനസ്സിലാക്കാനായിട്ട് നമ്മളെ സാധിക്കണം. ഞങ്ങളല്ല കേസിൽ പോകുന്നത്. ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്. ഞങ്ങൾ ഒന്നായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ പദ്ധതിയിലാണ്. എന്തോ ഒരു കേസ് വരുന്നു, ഇതെല്ലാം വെളിയിൽ നിന്നുള്ള ഫോറിൻ സ്പോൺസേഡായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു മാർഗമാണ് ഈ മട്ടാഞ്ചേരി പുനരുദ്ധ നടന്ന ഈ പ്രദേശത്ത് നമ്മുടെ ഒരു ചരിത്ര സ്മാരകം ഉണ്ടാക്കുക. അതിന് നമ്മുടെ പാരമ്പര്യം പോഷിക്കപ്പെട്ടുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള തീരുമാനമാണ് പരിശുദ്ധ സഭ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മട്ടാഞ്ചേരി ഈ സംഭവം നടന്ന സ്ഥലത്ത് ഏതാണ്ട് 60 സ്ഥലം നമുക്ക് പരിശുദ്ധ കത്തോലിക്കരുടെ ഒരു സഭയുടെ പേരിൽ നമുക്ക് ഉണ്ട്. അവിടെ പൗരാണികമാരുടെ ദേവാലയമുണ്ട്. വിശുദ്ധ ഗ്രിഗോറിയോസ് നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ദേവാലയം. വിശുദ്ധ ഗ്രിഗോറിയോസ് തിരുശേഷികൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ദേവാലയമാണ്. ഈ ദേവാലയത്തിന്റെ പുനരുദ്ധാന പദ്ധതികൾ നടത്തുക, ഈ 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ ഈ പുനരുദ്ധരിനെ ഉറച്ച് പറഞ്ഞുകൊണ്ട് അവിടെ ചില പ്രവർത്തനങ്ങൾ നടത്തുക, ചില മോനുകൾ നടത്തുക. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രവർത്തന. ഇതിന് ഏതാണ്ട് 4 കോടിയോളം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. പരിശുദ്ധ ബാബാജിന്റെ നേതൃത്വത്തിൽ 16 പേരുള്ള ഒരു കൗൺസിൽ ഇതിന്റെ പ്രവർത്തനത്തിലെ ഉദ്ഘാടനം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്കൊരു വിഷൻ ഉണ്ട്. നമ്മുടെ വിഷൻ പറയുന്നത് ഇനിയുള്ള ഈ സാമൂഹിക, ഈ രാഷ്ട്രീയ, ഈ ചുറ്റുപാടിൽ നമ്മുടെ മാന്യത അല്ലെങ്കിൽ നമ്മുടെ ആര് എന്ന് ശരിക്കും മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അവിടെ വെച്ചിട്ടാണ് അടങ്ങിയിരിക്കുന്നത്. ഈ പള്ളിയിൽ വെച്ചിട്ട് എത്ര നമ്മുടെ പിതാക്കന്മാര് ഇന്ന് വരെയുള്ള നമ്മുടെ പാവമാര് നമ്മുടെ ദിവ്യ പാവം, നമ്മുടെ അതുപോലെ തന്നെ എല്ലാ പാവന്മാരും നമ്മുടെ വടശ്ശേരി
ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് പ്രത്യേക ഡിസൈനാണ് നമ്മൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അപ്പൊ ചിലർ ചോദിക്കും ഇതിന് എന്താണ് ഇത് ഓർത്തഡോക്സി ഉണ്ടോ, ഇതിന് ഒരു പഴയ കുട്ടിക്കുന്നില്ലല്ലോ, ന്യൂ ഡിസൈൻ. അപ്പൊ ഇതിന് ഒരു പഴയ ഷേപ്പ് കാണുന്നില്ല, ഇതെന്താണ് എന്നൊക്കെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു മറുപടി നോക്കിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ആസ്ട്രേലിയ കാണുന്നത് ആസ്ട്രേലിയ പറയുമ്പോൾ ആദ്യം ആസ്ട്രേലിയൻ സിറ്റിയുടെ ഫോട്ടോ കാണുന്നത്, ഇന്ത്യ കാണുമ്പോൾ താജ്മഹൽ കാണും, ഗേറ്റ് ഓഫ് ഇന്ത്യ കാണും. ഇതിനുള്ള പ്രത്യേകത താജ്മഹൽ പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ സിറ്റിയുടെ പ്രത്യേകത പ്രത്യേക ഷേപ്പ്, അതെന്താണ് ഇതിന്റെ ഷേപ്പിലാണ്. ഇത് ലോകത്ത് മറ്റൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഷേപ്പ് എടുക്കുക. ഇത് എർത്ത് കൺസ്ട്രക്ഷൻ കമ്പി വിചാരിച്ചിട്ടില്ല. ഈ ഒരു 30 മീറ്ററിന്റെ ഡോമനാണ് ഇതിന്റെ കയ്യിലുണ്ട്. ഈ മതവായിക്ക് കാണുമ്പോൾ ഒരു വലിയൊരു ഡോമനുണ്ട്. ഈ ഡോമിനകത്ത് കമ്പിയില്ല, സിമെന്റില്ല, വളരെ പൗരാണികമായ ഈ മണ്ണിൽ ഘടകങ്ങൾ നമ്മൾ കെട്ടിവെക്കുന്ന ഒരു ഏഷ്യന്റ് ടെക്നോളജി മെത്തേഡാണെങ്കിലും ലേറ്റസ്റ്റ് ടെക്നോളജി വളർന്നുള്ളതാണ്. ഇതിന് ആർക്കിടെക്ചറാണ് നടത്തുന്നത്. യുനെസ്കോ അംഗീകരിച്ച മാതൃകയാണ്. ഓവറോൾ ഈ കൺസ്ട്രക്ഷന്റെ അവിടുത്തെ മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ വലിയ ഭാഗം ഇതിനെ ഈ പ്രൊജക്ടിനെ ആദ്യമായിട്ട് ഉയരണമെന്നും വലിയ ഇപ്പോഴത്തെ ഭാഗത്തിന്റെ പ്രത്യേക ശിക്ഷണയും പ്രത്യേക പ്രാർത്ഥനയും നടന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ശതാബ്ദി, നമ്മുടെ സെഞ്ചുറീസ് ഒരു മെമ്മറി ആയിട്ടാണ് ഈ പ്രൊജക്ടിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അടുത്ത കഴിഞ്ഞ നവംബർ മാസത്തിൽ 1 ലക്ഷം രൂപ ഞാൻ റിസപ്റ്റ് കൊടുത്തു. അദ്ദേഹം അടുത്ത കാലത്ത് അദ്ദേഹം പ്രസ്താവിക്കുന്നത് ഞാൻ കേട്ടു. സഭാമാനിക്കുകയും എനിക്ക് ദാനമായി എനിക്ക് ബാക്കോട് ഉണ്ടാക്കില്ല, ദാനമായിട്ട് ഞാൻ ദാനമായിട്ട് കൊടുക്കുകയാണ്. ഞാൻ കാലം ചെയ്യുമ്പോൾ എന്റെ അക്കൗണ്ടിൽ ഒറ്റ പൈസ എന്നെ അടക്കാമെന്ന് കാണില്ല. ഇത് നമ്മൾ 1 ലക്ഷം രൂപ. അതുപോലെ ബോംബെയുടെ കഴിഞ്ഞ ജാനുവരി 3-ാം തീയതി ഡെവലപ്പ് വെച്ച് 50,000 കൊടുക്കണം. അദ്ദേഹത്തിന്റെ എല്ലാം റിപ്പോർട്ട് ചെയ്ത മെസ്സേജ് കൂടെയാണ് നമുക്ക് മറ്റു സമയങ്ങളിൽ ഉപയോഗിക്കാം. അതുപോലെ 50,000 കൊടുക്കണം. നമ്മുടെ പല എല്ലാവരും മുമ്പോട്ട് വന്നിട്ട് ഇതിനുവേണ്ടി സഹായിക്കാൻ കഴിയും. അവിടെ നമ്മുടെ ജനങ്ങൾ മാത്രമല്ല, നമ്മുടെ നേതൃത്വവും എല്ലാവർക്കും ചേർന്ന് കൺസ്ട്രക്ഷന്റെ മണ്ഡലങ്ങളുടെ ശക്തിയാണ് ശരിക്കുകൊണ്ട് അതിന്റെ ഫലമായിട്ടാണ് അവിടെ നമ്മുടെ ചേർന്ന ബോർഡ് അവിടെ റോഡുകളും കാര്യമാണ്. ഇപ്പോഴേ കഴിഞ്ഞു. ഈ പള്ളിയുടെ തീർച്ചയാണ്. ഇപ്പോഴാണ് നമ്മുടെ വലിയ പള്ളിയുടെ പണി ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ലോട്ടസ് ടെമ്പിൾ കേട്ടിട്ടുണ്ട്. ലോട്ടസ് ടെമ്പിൾ കാണുന്നത് ടൂറിസ്റ്റ് മാർക്കും ലോട്ടസ് ടെമ്പിൾ ഒരു പ്രത്യേക പോയിന്റാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ചാർജ്